IPL എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? കേട്ട പക്ഷെ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക, ക്രിക്കറ്റിനെ കുറിച്ചാണ് ഞാൻ പറയണതെന്ന് അല്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ല, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ലോയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് ലോ സ്കൂളുകളിനെ കുറിച്ചും അവിടേക്കുള്ള എൻട്രി പോയിന്റും നൂതനമായിട്ടുള്ള പല കോഴ്സുകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ചർച്ചാ വിഷയം. മുൻപ് LLB എന്ന് പറഞ്ഞ് വക്കീലാവ എന്ന് പറയുന്നതിൽ നിന്ന് മാറി സ്പെഷ്യലൈസേഷനായി അല്ലേ, ബിസിനസ് ലോ, കോർപ്പറേറ്റ് ലോ, ഫുഡ് ലോ, കൺസ്യൂമർ ലോ, പാറ്റന്റ് ലോ, IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ലോ, ഇങ്ങനെ പലതരത്തില് ലോനെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലോനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയില് 17 നുവാൽസ് ഉണ്ട്. നുവാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. അപ്പൊ അവിടെ ലോ യൂണിവേഴ്സിറ്റി നമ്മള് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ 17 നുവാൽസ് ഉണ്ട്. അപ്പൊ ഈ 17 നുവാൽസിലേക്കുമുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഡിസംബർ 1-ാം തീയതിയാണ് ഈ ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ക്ലാറ്റ് കോമൺ ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നമുക്ക് നുവാൽസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ലോ കോളേജുകളിലേക്ക് നമ്മൾ ലോയിലുള്ള ബിരുദം പഠിക്കാനായാലും ലോയിലുള്ള ബിരുദാനന്തര ബിരുദം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനാണെങ്കിലും നമ്മൾക്ക് സഹായകമാവുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന പാതയാണ് നൂതന കോഴ്സുകൾ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 13 പുതിയ കോഴ്സുകളെ കുറിച്ചാണ്. അതില് ഈ പറയുന്ന ലോ സ്കൂളില് ആദ്യത്തെ പറയുന്നത് പരിസ്ഥിതിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം പരിസ്ഥിതി ലോല മേഖലകളുണ്ട്. അപ്പോൾ വെറുതെ LLB എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ നുവാൻസിൽ പഠിക്കുമ്പോൾ അത് പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ലോസെ കുറിച്ചിട്ടാണ് പറയും. എൻവിറോൺമെന്റൽ ലോ, എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എൻവിറോൺമെന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ പഠിക്കാനായിട്ട് വരും. നമ്പർ 2 എന്ന് പറയുന്നത് ഏവിയേഷൻ ആൻഡ് എയർ ട്രാഫിക് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അറിയാം, ഏവിയേഷൻ ഇൻഡസ്ട്രി ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ. നമ്മളൊക്കെ ടൂർ പോകുമ്പോൾ നമ്മൾ ദൂരത്തേക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനില് 3 ദിവസം നമ്മൾ കാശ്മീരിലേക്ക് പോകണോ അതോ ഫ്ലൈറ്റില് 3 മണിക്കൂർ പോകണോ എന്ന് ചിന്തിക്കും അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് ഏവിയേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചും അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചും കാർഗോ തൊട്ട് നമ്മളുടെ ചെക്ക് പോയിന്റ്സിനെ കുറിച്ചെല്ലാം നമുക്ക് പഠിച്ച് അതിനെക്കുറിച്ച് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്ത് നമുക്ക് വക്കീലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവിയേഷനും അതുപോലെ എയർപോർട്ട് മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കോഴ്സ് പഠിക്കാം. നമ്പർ 3 എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ മിലിറ്ററി പേഴ്സൺസ് മാത്രമല്ല, നമ്മൾ പുറമേ നിന്നുള്ള ആൾക്കാർക്കും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പല ഏജൻസികളുണ്ട് ഇല്ലേ. അപ്പൊ അവിടെ ആ ഒരു ഡിഫൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, പ്രതിരോധ മന്ത്രാലയത്തെ കുറിച്ചും അവരുടെ അമെൻഡ്മെന്റ്സും ആക്ടിനെ കുറിച്ചും പഠിക്കുന്നതാണ് സെക്യൂരിറ്റി. ഇന്റർനാഷണൽ സെക്യൂരിറ്റി എന്ന് പറയും, ഇന്റേണൽ സെക്യൂരിറ്റി എന്നും നമ്മളിതിനെ പറയാറുണ്ട്. നമ്പർ 4 എന്ന് പറയുന്നത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, ക്രിമിനൽ ഫോറൻസിക് സയൻസ് എന്ന് പറയും അല്ലേ. അപ്പൊ സിനിമ ഒക്കെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ക്രിമിനൽ വക്കീലാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് വാദിക്കുന്ന ആളുകളാണ് അവര്. 5ാമത്തെ ആനിമൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം മൃഗങ്ങളോടുള്ള ക്രൂരത, മിണ്ടാപ്രാണികളാണ് അല്ലേ. അപ്പൊ പെറ്റ് അനിമൽസിനെ ചില ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടതാണ്, ഒരു ഡോഗിനെ വണ്ടിയുടെ പിന്നിൽ കെട്ടിയിട്ട് അയാൾ കാർ ഓടിച്ച് പോവാണ്. അപ്പൊ അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. വെറ്റിനറി ഡോക്ടർമാർക്ക് കുറെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഇവിടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുക. 6ാമത്തെ
ഇന്റർനാഷണൽ ടാക്സേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ സ്പെഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമേഴ്സ് പഠിച്ച ആൾക്കാരിനെക്കാട്ടും ഭംഗിയായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കേസും കാര്യങ്ങളും കൃത്യമായിട്ട് വാദിക്കാനായിട്ട് ലോ പോയിന്റ് അവിടെ നമുക്ക് കിട്ടും അല്ലെ. നമ്പർ 7 എന്ന് പറയുന്നത് സൈബർ മീഡിയ. നമുക്കറിയാം സൈബർ ബുള്ളിങ്, സൈബർ ആക്രമണങ്ങൾ വന്നിട്ട് പലതരത്തില് ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇല്ലേ. ഒരു ഫോട്ടോ എടുക്കുന്നു, ആ ചിത്രത്തിനെ മോർഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഭാഗമാണ് സൈബർ മീഡിയ. പോയിന്റ് നമ്പർ 8 ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്നത്. നമ്മൾ പറയും മനുഷ്യാവകാശ സംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഒരു മനുഷ്യത്വം ഉണ്ടാവേണ്ട ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാണ് അല്ലെ. ദാഹിക്കുന്നവന് ദാഹജലം കൊടുക്കണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് പലരും ചെയ്യാതെ പോകുന്നു അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയും മനുഷ്യത്വത്തിനെ കുറിച്ചും മാനവികതയെ കുറിച്ചും പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഇവിടെ. പോയിന്റ് നമ്പർ 9 ഈസ് ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട്. നമുക്കറിയാം പലതരത്തിലും കുറേ തരത്തിലുള്ള നമ്മളുടെ ഒരു സ്കൂൾ ഓഫ് തോട്ട്സ്, ചിന്താഗതിയിൽ കുറേ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ വഴക്കും വക്കാണൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ സാധാരണ നമ്മൾ തർക്ക പരിഹാരകനായിട്ട് നമ്മൾ ഓംബുഡ്സ്മാൻമാർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. സാധാരണ നമ്മൾ ഒരു തരത്തില് നമ്മളൊരു LIC പോളിസി പോലെയുള്ള ഏതെങ്കിലും ഇൻഷുറൻസിന്റെ പോളിസി എടുക്കുമ്പോൾ അവിടെ തർക്ക പരിഹാരകരായിട്ട് ഓംബുഡ്സ്മാൻമാരുണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പോയിന്റ് നമ്പർ 10 എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. GIS ആൻഡ് റിമോട്ട് സെൻസിങ്. നമുക്കറിയാം റിമോട്ട് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, നാവിഗേഷൻ ആണ്. അപ്പൊ ഒരു കപ്പലിൽ ഒരാൾ പോവാ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് അവർ പറയാണ് നിങ്ങൾ ദക്ഷിണ ദിക്കിലേക്ക് പോവാ, അവിടെ എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡുള്ള ഭാഗത്ത് കൂടുതൽ മീനുണ്ട്. ആരാ പറഞ്ഞേ? സാറ്റലൈറ്റ് ആണ്. GIS എന്ന് പറയും അല്ലെ, ജോഗ്രഫിക് ഇൻഫോർമേഷൻ സർവീസ്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ്. 11ാമത്തെ കാര്യമാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ ഡാറ്റ എന്ന് പറയുന്നതും കണ്ടന്റ് എന്ന് പറയുന്നതും എല്ലാം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സിനിമാന്റെ തിരക്കഥ മോഷ്ടിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെ, IP എന്നൊക്കെ നമ്മൾ പറയും, പാറ്റന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിപ്പിക്കും. അതുപോലെ 12ാമത്താണ് ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട് LLB-യില്. അപ്പൊ സാമ്പത്തിക ക്രമക്കേട്, അഴിമതികൾ എന്ന് പത്രമാധ്യമങ്ങൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് അതിനൊരു ലീഗൽ അവയർനെസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ലാസ്റ്റ് 13ാമത്തെ കോർപ്പറേറ്റ് ടാക്സേഷൻ എന്ന് പറയുന്ന കാര്യം അല്ലെ. നമുക്കറിയാം ടാക്സേഷൻ GST ഇപ്പോൾ നിലവിൽ വന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് ലീഗൽ അവയർനെസ് കിട്ടണം. അപ്പൊ ഞാൻ 13 എണ്ണം പറഞ്ഞു. അപ്പൊ ഈ 13 തരത്തിലുള്ള സ്പെഷ്യലൈസേഷനിലാണ് നമ്മൾ ഈ പറയുന്ന IPL എന്ന് പറയുന്ന ആ ഒരു പുതിയ ലോ സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും ഞാൻ പറയാണ്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലോ 17 ന്യൂവാൽസിലും അതുപോലെ തന്നെ പല മേഖലകളിലും ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഇത് ഇപ്പോൾ ഇംപ്ലിമെന്റ് കഴിഞ്ഞു. ഇതെല്ലാമാണ് നമ്മുടെ നിയമത്തിലുള്ള അനന്ത സാധ്യതകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. നമുക്കറിയാം ക്ലാറ്റ് എക്സാം അതെന്നാ ഡിസംബർ 1-ാം തീയതി. ഈ ജൂലൈ 7-ാം തീയതിയാണ് അതിന്റെ ബുള്ളറ്റിൻ ഇറങ്ങുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം 4000 രൂപയാണ് ഈ പറയുന്ന പരീക്ഷ എഴുതാനായിട്ടുള്ള ഫീസായിരുന്നത്. പല ആൾക്കാരും 4000 രൂപയ്ക്കും പഠിച്ചെഴുതണോ എന്ന് ചോദിച്ച് പലരും എഴുതിയില്ല. പക്ഷെ ഒരു പാവപ്പെട്ട ഒരു ചേട്ടൻ എൻ്റെ നിന്ന് കടം വാങ്ങിച്ച് മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് രജിസ്റ്റർ ചെയ്തു. അപ്പൊ പറഞ്ഞത് എന്താ, ആ കുട്ടിക്ക് കിട്ടിയിട്ട് അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ 4000 രൂപയല്ലേ എന്ന് വെച്ചിട്ടൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. നമുക്ക് എന്താണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ന്യൂവാൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിലേക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ CLE എന്നാ പറയാ അല്ലെ, കേരള ലോ എൻട്രൻസ് എക്സാം എന്നാണ് പറയാ.
അവിടെ ഗവൺമെന്റ് കോളേജിൽ നമ്മൾ പഠിച്ചു കിട്ടുന്ന ആ ഒരു തരത്തിലുള്ള രീതി ഒന്നല്ല ഈ കേന്ദ്ര ഗവൺമെന്റിലത്തെ പഠന രീതി. എനിക്കറിയാം IIM-ലൊക്കെ ഞങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ് ആയിട്ടാണ് പഠിപ്പിക്കുക. അപ്പൊ അതേപോലെ കേസ് സ്റ്റഡി ആയിട്ടുള്ള കാര്യങ്ങള്, റീസണിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഭയങ്കര നല്ല രീതിയിൽ തോന്നാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. അനന്ത സാധ്യതകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +2 പഠിക്കുമ്പോൾ സയൻസ് ഗ്രൂപ്പ് പഠിച്ചോ, കൊമേഴ്സ് ഗ്രൂപ്പ് പഠിച്ചോ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പഠിച്ചോ, ഇതൊന്നും അവിടെ വിഷയമല്ല. നിങ്ങൾ ഏത് ഗ്രൂപ്പ് പഠിച്ചാലും നിങ്ങൾക്ക് വക്കീലാവാനായിട്ട് പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.